ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് അഗൈൻ വെൽക്കം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഫർമേഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുകയും നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ കേൾക്കുകയും കാണുകയും ഈവൻ നിങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായി മാറുന്നുള്ള കാര്യം അല്ലേ? ഒരു ദിവസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നിങ്ങൾ പറയുന്നുണ്ടാവും, ഓ എനിക്കൊരു ഭാഗ്യമില്ല, ഓ എല്ലാപ്പോഴും എനിക്ക് പ്രോബ്ലംസാണ്, ഞാനൊരു ലക്കിയായിട്ടുള്ള പേഴ്സണേ അല്ല, എൻ്റെ ഈ തടി കുറേയൊന്നും തോന്നേയില്ല, എനിക്കെപ്പോഴും തലവേദനയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു ദിവസം പല പ്രാവശ്യം ഒന്നും വിചാരിക്കാതെ ഒന്നും അത്ര ഒരു ഡീപ്പ് മീനിങ് കൊടുക്കാതെ നമ്മൾ പറയും. നമ്മൾ സ്ഥിരം സംസാരത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പറയുമല്ലേ? പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായി മാറുകയാണെന്നുള്ളതാണ് സത്യം. വളരെയധികം ശ്രദ്ധിക്കണം എന്താണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളങ്ങനെ നിങ്ങളെക്കുറിച്ച് തന്നെ നെഗറ്റീവായും വിഷമത്തോടു കൂടെയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി പറയാൻ ഇന്നു മുതൽ, ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ശ്രമിക്കണം. കാരണം ഞാൻ എൻ്റെ എന്നെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു കാര്യമല്ല, അതൊരു കമാൻഡ് പോലെയാണ്. അതായത് നമ്മൾ യൂണിവേഴ്സിൻ്റെ എനർജി ഫീൽഡിലേക്ക് നമ്മൾ പുറപ്പെടുവിക്കുന്ന നമ്മളെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗണ്ട് വേവ്സ് എനർജി, അത് ഒരു കമാൻഡാണ്. അതായത് ഞാൻ ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യുകയും നിങ്ങൾക്കതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫ് അങ്ങനെയായി മാറുകയും ചെയ്യും. വളരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യം. നമ്മളൊരു 75% ഓഫ് ദ ടൈം നമ്മൾ ഓട്ടോ പൈലറ്റിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയടിക്ക് ഈ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഗ്രാജ്വലി നമ്മളെ തന്നെ റീവയർ ചെയ്യുക, നമ്മളെ സംസാര രീതിയെ, നമ്മളെ ചിന്താരീതികളെ നമ്മൾ റീറൈറ്റ് ചെയ്യുക. അവിടെയാണ് ഈ പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പം എന്താണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് അഫർമേഷൻ. നിങ്ങൾക്കത് ഒന്നുകിൽ എഴുതി വെച്ചിട്ട് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചുകൊണ്ട് മനസ്സിൽ തന്നെ പറയാം. അപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ പല്ല് തേക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ അഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ഇറ്റ് ലുക്കിംഗ് അറ്റ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് കണ്ണാടിയിൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളാണ് ഇനി ഞാൻ പറയാം. ഞാൻ ശക്തിയുള്ളവനാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഞാനൊരു സക്സസ്ഫുൾ പേഴ്സണാണ്, ഞാൻ ധൈര്യവാനാണ്, എനിക്ക് സമാധാനമുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ആരോഗ്യം വളരെ മികച്ചതാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് സമ്പൽ സമൃദ്ധിയുണ്ട്, എൻ്റെ ഉള്ളിൽ വളരെയധികം സ്നേഹമുണ്ട്, എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്, ഞാൻ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, എന്നിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും പെട്ടെന്ന് കടന്നു വരും, പൈസ സമ്പാദിക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്, ഞാൻ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു, എനിക്കറിയാം ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ട സമയത്ത് കൃത്യമായി എത്തിച്ചേരുമെന്ന്, ഞാൻ എല്ലാ കാര്യങ്ങളോടും വളരെ പോസിറ്റീവായി ഇടപെടുന്ന ആളാണ്. ഇങ്ങനെ കുറച്ച് അഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയുണ്ടാക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പറയാം. whenever നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഈ അഫർമേഷൻസ് പറയാം. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ബ്രെയിനിന്, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു സജഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങളെ ഉള്ളിൽ അത് വിശ്വസിക്കുകയും നിങ്ങൾ ആ ഒരു എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അപ്പോൾ നിങ്ങളുടെ ആ എനർജിക്ക് മാച്ചായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. സോ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ആ പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ തുടങ്ങുക. ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റ് വളരെ യൂസ്ഫുള്ളാണ്, അതെനിക്കറിയാം. ഞാൻ വീണ്ടും വളരെ നല്ല കണ്ടൻറ്റുമായി വീണ്ടും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം.
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും എനിക്കറിയാം. ഹാവ് എ നൈസ് ഡേ.